അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ദിവ്യ. അപ്പം നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് വീക്കില് നോമിനേഷൻസ് എന്തുവാ, എനിക്ക് പോലും പേര് തെറ്റിപ്പോന്ന്. അപ്പോഴാണ് കണ്ടസ്റ്റൻസിന് പേര് തെറ്റുന്നത്. അവർ എത്ര പേര് തിരിച്ചു പോയി ചോദിച്ചു നോക്കി വന്നിട്ടൊക്കെ പറയുന്നു. എന്തിന്? എനിക്ക് തോന്നിയത് ഒരു നോമിനേഷൻസ് ജസ്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നോമിനേഷൻ, ആക്ച്വൽ നോമിനേഷൻ ആണെങ്കിൽ ഇത് ഫെയർ അല്ല. ഫസ്റ്റ് വീക്ക് തന്നെ പേര് പോലും അറിയില്ല, ആരെന്താണ് ഒരു പിടുത്തമില്ല. എനിക്ക് വരെ മാറിപ്പോയി. ഞാൻ കഴിഞ്ഞ വീഡിയോയില് എനിക്ക് ഇങ്ങനെ ജിസലിന്റെ പേര് ജസ്ല എന്ന് കണ്ടാ ഞാൻ പറഞ്ഞത്. എനിക്ക് തന്നെ മാറിപ്പോന്നു. അപ്പൊ പിന്നെ കണ്ടസ്റ്റൻസിന്റെ കാര്യം പറയണോ? അവര് പേര് പഠിച്ചു വരും. പിന്നെ ശാരികയും പേരിന് സ്പെല്ലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ തോന്നുള്ളൂ. അപ്പൊ അവര് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളൂ. അവര് നോമിനേഷൻ വിളിച്ചു. അപ്പൊ നോമിനേഷൻ നമുക്കറിയാം. എനിക്ക് തോന്നിയായിരുന്നു ആരായിരിക്കും നോമിനേറ്റ് ചെയ്യുക ആദ്യമായിട്ട്. ഇന്ന് ഒരു ദിവസത്തെ സംഭവം വെച്ചിട്ട് മാത്രമല്ല അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആരായിരിക്കും? ഫോർ ഷുവർ എന്താണ്, ശൈത്യനെ നോമിനേറ്റ്. അത് വേറെ ഒന്നും, ആ ലിപ്സ്റ്റിക്കിന്റെ കേസിലാണ് ശൈത്യ. എന്തിനാണ് ശൈത്യ അവിടെ എന്നിട്ട് എന്നിട്ട് സംഭവം പറയാൻ പോയെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ശരിക്കും ഇപ്പൊ ഒരു ഫൈറ്റിങ് നടന്നുകൊണ്ടിരിക്കുവാണ്. എന്താണ്, എന്തോ ഒരു സംഭവം, തലവേദന ഒരാളോട് ചോദിച്ചു, ഒരാളോട് ഇല്ലാന്ന് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞിട്ട്. ഓക്കെ ഫൈൻ, അതൊക്കെ പിന്നെ പറയാം. പക്ഷെ ശൈത്യയാണ് നോമിനേറ്റ് ആയിട്ടുള്ള മെയിനായിട്ട് പുള്ളിക്കാരി ഉണ്ട്. പിന്നെ നവീനെ പറഞ്ഞിട്ടുണ്ട് കുറെ പേര് അല്ലേ. പിന്നെ ജിസലിനെയും പറഞ്ഞിട്ടുണ്ട്. ആര്യൻ ഉണ്ടാവും. ഇനി ഫൈനൽ പേര് എന്തായാലും എപ്പിസോഡിലേ പറയത്തുള്ളൂ. അപ്പൊ എത്ര പേരെ കൗണ്ട് ചെയ്തിട്ടാണ് വരിക എന്നുള്ളത് നോക്കാം. പക്ഷെ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു മിസ്സിങ് പറ്റി. കാരണം വെച്ചാൽ ഞാൻ VPN യൂസ് ചെയ്യുമ്പം ഇടയ്ക്ക് ചില സമയത്തൊന്നൊരു പ്രശ്നം പറ്റും. അപ്പം ഒരാളുടെ മാത്രം എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ല. ബാക്കി എല്ലാവരുടെയും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പം ജസലിന് കുറെ നോമിനേഷൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിലെനിക്ക് ഒരാളുടെ നോമിനേഷൻ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ അത് എനിക്ക് വളരെയധികം എന്നെ പ്രൊവോക്കേറ്റ് ചെയ്തൊരു നോമിനേഷനാണ്. അപ്പൊ ഞാൻ പറയാം ഷാനുമ്പ്. അപ്പൊ അനുമോളാണ് ആദ്യം വന്നത്. അവര് ജസ്ല രഞ്ജിത്തിനെ പറഞ്ഞു. ആര്യം വന്നിട്ട് ശൈത്യ നവീനെ പറഞ്ഞു. പിന്നെ സാരികയല്ലേ, അത് ശാരികയാണോ വന്നത്? അല്ല, ഇത് സാരികയാണ് വന്നത്. സാരിക വന്നിട്ട് ആര്യനെയും ഓനലിനെയാണ് പറഞ്ഞത്. പിന്നെ അക്ബർ വന്നിട്ട് രഞ്ജിത്തിനെയും മറ്റേ നൂറ, അവരെ രണ്ടുപേരെയും പറഞ്ഞു. ബിൻസീര ഞാൻ മിസ് ചെയ്തു, നീ കാണാൻ പറ്റില്ല. പിന്നെ ഓണൽ വന്നിട്ട് ശൈത്യനെയും ജിസ്ലിനെയും പറഞ്ഞു, ജിസലിനെയും പറഞ്ഞു. പിന്നെ ബിന്നി വന്നിട്ട് പിന്നെ ശൈത്യ രഞ്ജിത്തിനെ പറഞ്ഞു. അഭിലാഷ് വന്നിട്ട് രേണു സുധീം ആര്യനെയും പറഞ്ഞു. റീന ഫാത്തിമ അല്ല റീന ഫാത്തിമ. എനിക്ക് പേര് മാറി പോകുന്നു, നമുക്ക് നോക്കിയിട്ട് തന്നെ വായിക്കാം. എന്നാലും അപ്പൊ റീന ഫാത്തിമനെ നവീനും പിന്നെ ശൈത്യ. അപ്പൊ ശൈത്യ എല്ലാ സ്ത്രീകളും ശൈത്യനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ? വേറെ ഒന്നുമില്ല, ലിപ്സ്റ്റിക് കേസാണ്. രാവിലെ ലിപ്സ്റ്റിക് എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പം പുള്ളിക്കാരി വേറെ അനാവശ്യമായിട്ട് എനിക്ക് ഒരു വാദം ഉണ്ടാക്കിയില്ലേ. എന്തിനോ വേണ്ടി എന്റത് എനിക്ക് മനസ്സിലായില്ല. അതായിട്ട് പറഞ്ഞു എനിക്കറിയായിരുന്നു, എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കായി. പുള്ളിക്കാരിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അവിടെ പോയി. അപ്പൊ ഇന്നത്തെ ഇത് വെച്ചായതുകൊണ്ട് പുള്ളിക്കാരിയാണ് ടാർഗറ്റ് ഫുൾ. അപ്പൊ ജിസൽ വന്നിട്ട് രേണുവിനെയും സാരികയാണ് എനിക്ക് പുള്ളിക്കാരി പറഞ്ഞത് ശാരികനാണ്. ശാരിക KB എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ശാരികയാണ്. പിന്നെ ശാരിക വന്നിട്ട് രേണു രഞ്ജിത്തിനെ പറഞ്ഞു. ഷാനവാസ് വന്നിട്ട് ജിസലിനെയും അഭിലാഷിനെയും പറഞ്ഞു. നവീൻ വന്നിട്ട് അനുമോൾ രേണു. നൂറയും അവർ രണ്ടുപേരും വന്നിട്ട് ശൈത്യനെയും ആര്യനെയും പറഞ്ഞു. ശൈത്യ ബിന്നിനെയും രഞ്ജിത്തിനാണ് പറഞ്ഞത്. രഞ്ജിത്തിനെയാണ് പറഞ്ഞത്. രേണു വന്നിട്ട് അക്ബറിനെയും ശൈത്യനെയും പറഞ്ഞു. ശരത്ത് വന്നിട്ട് നിവിനെയും ഷാനവാസിനെയും പറഞ്ഞു. അനീഷ് വന്നിട്ട് പറഞ്ഞത് ശാരികനെയും ശാരിക KB ആണെന്ന് തോന്നുന്നു. ശാരിക KB അനുമോളിനെയും പറഞ്ഞു. ഓക്കെ, ഇത്രയും പേരാണ്. അപ്പൊ എനിക്ക് ഇതിലെല്ലാത്തിനും മനസ്സിലായത് ശൈത്യ എന്തായാലും നോമിനേറ്റഡ് ആണ് ഫോർ ഷുവർ. ജിസൽ ഓൾസോ എനിക്ക് തോന്നുന്നു. പിന്നെ ആര്യൻ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രേണു സുധിയും ഉണ്ട്. ഓക്കെ, മേ ബി ദീസ് ആർ ദ കോമൺ നെയിംസ് വരുന്നത്. പിന്നെ രഞ്ജിത്തും ആവാം വരുന്നത്. ഇതിലെനിക്ക് ആദ്യം പറയാനുള്ളത്, ആർക്കും പേര് ഓർമ്മയില്ല.
അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമില്ല. ആദ്യത്തെ ദിവസമായിട്ടുള്ളൂ, എല്ലാവരും ഉറക്കക്ഷീണം പോലും മാറിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ പലർക്കും തലവേദന എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും ഓർമ്മയില്ല, ആർക്കും അതിന്റെ പേര് അങ്ങോട്ടൊന്നും കറക്റ്റ് ആയിട്ട് മതി. എനിക്ക് വരെ ശരിക്കും സ്പെല്ലിങ് ഒരേപോലെയാണല്ലോ, അപ്പം ശാരികയാണോ അതൊരു കൺഫ്യൂഷനാണ് ശരിക്കും അല്ലേ. അപ്പം ഞാൻ തന്നെ ജിസലിനെ ജസ്ല എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം പേര് മാറിപ്പോയി. ആര്യന് നല്ലപോലെ ആദ്യം തന്നെ ചെന്നപ്പോൾ ആര്യന് നല്ലപോലെ ഒരു ഇൻസൾട്ടായിപ്പോയി. അത് 2 പ്രാവശ്യം വന്ന് തിരിച്ചു പോവാ എല്ലാവരും കളിയാക്കി. പിന്നെ എല്ലാവർക്കും അവിടെ എത്തിയപ്പോൾ മനസ്സിലായി ചിലർക്ക് പേര് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, പേര് തെറ്റിപ്പോകുന്നുണ്ട്, പ്രൊണൗൺസിയേഷൻ മാറിപ്പോകുന്നുണ്ട്. പുതിയ ടൈപ്പ് ഓഫ് പേരുകളാണല്ലോ, കേൾക്കാത്ത പണ്ടത്തെ പോലെ വെറുതെ കേട്ട് പരിചയമുള്ള പേരൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. പുതിയ ടൈപ്പ് പേരായതുകൊണ്ട് എല്ലാവർക്കും മാറിപ്പോകുന്നുണ്ട്. അപ്പൊ നോമിനേഷൻ നടത്തിയപ്പോണ്ട് ഒരു ഗുണമെന്ന് വെച്ചാൽ എല്ലാവരും പേര് പഠിച്ചു, ഞങ്ങൾ ഉൾപ്പെടെ. ബിഗ് ബോസ് ടീമോട് എനിക്കത് പറയണം, ഞങ്ങൾ ഉൾപ്പെടെ പേര് പഠിച്ചു. അതല്ല, പക്ഷെ എവിക്ഷൻ ഉണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ പറയാൻ എങ്ങനെയാണ് എവിക്റ്റ്, ഞങ്ങൾക്ക് പോലും ആർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പോലും മനസ്സിലാവാത്തൊരു സമയമാണ്. ഇപ്പം ശൈത്യ എനിക്ക് തോന്നുന്നു നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. അന്നേരം ഒരു അബദ്ധം പറ്റി, അതിൽ പേരിലാണ് പുള്ളിക്കാരിക്ക് ഇപ്പോൾ എല്ലാം നോമിനേഷൻ കിട്ടിയത്. പക്ഷെ ആരും മോശമൊന്നുമല്ല, എവറി വൺ ഇസ് ഡൂയിങ്. ഫസ്റ്റ് ഡേ അല്ലേ ആയിട്ടുള്ളൂ. ഇനി ഫസ്റ്റ് വീക്കിൽ എങ്ങനെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അറിയില്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതൊരു ഭാഗ്യപരീക്ഷണം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ ബാക്കിയുള്ള രക്ഷപ്പെടും, ഇല്ലാത്തവര് പുറത്തു പോകും, അത്ര തന്നെ. അങ്ങനെ നമ്മുടെ സീസൺ 6 നടന്ന പോലെ. എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. നമ്മുടെ മലയാളം ബിഗ് ബോസിന് കുറച്ചും കൂടെ ഒക്കെ നീളാം. 99 days വരെ ആയിട്ടുള്ളൂ ഇതുവരെ. ഇപ്പൊ 100 days ഒക്കെ തെറ്റണമെങ്കിൽ ഒരു വീക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി നൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒന്ന് വാം അപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ വീക്ക് എവിക്ഷൻ ഉണ്ടാവും എന്നുള്ളത്. ചിലപ്പോൾ ഉണ്ടാവാതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉണ്ടായാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം ചാൻസ് കിട്ടാതെ ഒരാൾ പുറത്ത് പോകുന്ന ഒരു സങ്കടം തന്നെയാണ് അല്ലെ. എത്ര ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും ബിഗ് ബോസ് പോലത്തെ ഷോയിലൊക്കെ വരുന്നത്. അപ്പം ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്ക് നോക്കാം. ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഒരു ഐഡിയ കിട്ടും നമുക്ക്. വോട്ടിംഗ് ലൈൻസ് തുറക്കുകയാണെങ്കിൽ എപ്പിസോഡ് കഴിഞ്ഞിട്ടൊക്കെ അല്ലേ തുറക്കുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എത്ര പേര് നോമിനേറ്റഡ് ആണ്, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും എവിക്ഷൻ ഉണ്ടാവാതിരിക്കാം. നോക്കാം. ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഷാനവാസ് ജസലിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അത് വളരെ എന്താണ്, കേരള ബിഗ് ബോസ് ആയതുകൊണ്ട് എന്നാൽ ഷാനവാസ് കേരള സ്റ്റൈലിലാണോ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? ഷാനവാസ് എനിക്ക് ചോദിക്കാനുണ്ട്. പുള്ളിക്കാരൻ ട്രൗസറും കംഫർട്ടബിൾ ഡ്രസ്സും ആവാം, വേറെ സ്ത്രീകൾക്കാവാൻ പാടില്ല. അവിടെയുള്ള മെജോറിറ്റി കുട്ടികൾ ഇട്ടിരിക്കുന്ന ഷോർട്സ് ഒക്കെ അല്ലേ. ഇപ്പോഴത്തെ കാലം മാറി. ഏത് കാലത്താണ് ഷാനവാസൊക്കെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ജസലിനെ സംബന്ധിച്ച് ഷീസ് പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ലേഡിയാണ്. അവർക്ക് ആ ഇടുന്ന ഡ്രസ്സിൽ ഒരു വൾഗാരിറ്റി ഞാൻ കാണുന്നില്ല. ക്ലീവേജ് കുറച്ച് കാണുന്നതാണോ ഷാനവാസിന് പ്രശ്നം? അപ്പൊ പണ്ടത്തൊക്കെ സിനിമയിലൊക്കെ എന്തായിരുന്നു? അപ്പൊ കേരള കൾച്ചറിനെ ഷാനവാസ് പിടിക്കണ്ട. ഓക്കെ, നമുക്ക് കുറെ ടോളറൻസ് ഉണ്ട്. എല്ലാവരും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആളാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നോമിനേറ്റ് ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. കേരളത്തിനെ പിടിക്കണ്ട അതിന്. അത് ഷാനവാസിന്റെ ഒറ്റയ്ക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കേരളത്തിന്റെ ഒരു തടയിലിരുന്നിട്ട് അത് പറയണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ലേഡി, വെരി ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി ഫിറ്റ് ആണ്, ബോഡി ഷീസ് മെയിൻറ്റൈൻഡ് ഹെർസെൽഫ് വെരി വെൽ. അതുപോലെ നമ്മുടെ മലയാളികളൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. യു ഹാവ് ടു സീ. ഞാനിവിടെ ജർമ്മനിയിലൊക്കെ കാണുന്നല്ലേ, എല്ലാവരും നല്ല ഫിറ്റ് ആൻഡ് ഇവിടെ ആരെയും ബോധർ ചെയ്യാറില്ല. എല്ലാവരും അവരവരുടെ ഡ്രസ്സ്, ഫ്രീഡം ഓഫ് ഡ്രസ്സിംഗ് എന്ന് ഷാനവാസ് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. അത് വളരെയധികം മോശമായിപ്പോയി. ഞാനതിന് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ എതിരാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ആ കാര്യത്തിന്. അപ്പം ബാക്കിയെല്ലാം നിങ്ങളുടെ ഷാനവാസ് നാളെ മുണ്ടെടുത്ത് നടക്കും, കേരള സ്റ്റൈലല്ലേ, യു ഷുഡ് വെയർ. ഈ ബോക്സറും ഇതൊക്കെ ഇട്ട് നടക്കുന്ന നേരം കൊണ്ട് കുറച്ച് മുണ്ടൊക്കെ കൊടുത്ത് നല്ല പാൻറ്റൊക്കെ ഇട്ട്, പാൻറ്റും കുറച്ച് മോഡേൺ ആണല്ലോ, കേരള സ്റ്റൈലൊന്നും പറയാൻ പറ്റില്ല, അതും എവിടെ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് വന്നതാണ്. ധോത്തിയൊക്കെ കൊടുത്ത് നടക്ക്, ഷർട്ടൊക്കെ ഇട്ട്. അപ്പം നിങ്ങൾക്ക് കാറ്റ് കിടക്കണം, സുഖമായിട്ട് കിടക്കണം, കംഫർട്ട് ആവണം. ബാക്കിയുള്ളവർക്ക് ആവാൻ പാടില്ല, ബിക്കോസ് ദേ ആർ വുമൻ. ദാറ്റ്സ് നോട്ട് റൈറ്റ്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. എവ്രി വൺ ഹാസ് എ ഫ്രീഡം ഓഫ് ഡ്രസ്സിങ്. ഷാനവാസിനാവാമെങ്കിൽ ബാക്കിയുള്ളവർക്കും ആവാം, അത്രയേ ഉള്ളൂ. അപ്പം
ഇത്രയാണ് നോമിനേഷൻ. അപ്പം നമുക്ക് ഇനി എന്തൊക്കെയോ ഫൈറ്റ് നടക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് കാണണം, ഞാൻ മിസ് ചെയ്യും. അപ്പം ഇനി അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതിലായിരിക്കും മിക്കവാറും നോമിനേഷൻ്റെ ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അത് വലിയ ഇമ്പോർട്ടൻറ്റ് ഫൈറ്റ് ഒന്നല്ല, ഒരു തലവേദനയുടെ കാര്യം പറഞ്ഞിട്ട് ഫൈറ്റാണ്, ലീവ് ഇറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ശരി. But till then, bye bye. Take care.